നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 818 818. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 818. ഭഗവാന്റെ ലീലാകാന്ഡം എന്നുള്ളതിൽ 72-ാം സർഗം ജരയും ദാരുകനും. ദാരുകൻ ഭഗവാന്റെ തേരാളി. ജര എന്ന് പറയുന്നത് കാലൻ്റെ റിലേറ്റീവാണ്. അത് വേണമെങ്കിൽ ഭാര്യ എന്നും പറയാം, അല്ലെങ്കിൽ പിന്നെ എന്താണെന്ന് പറയാം, പെങ്ങളാന്നും പറയാം. അങ്ങനെ പല വെർഷനും വരുന്നുണ്ട്. കിളിപ്പാട്ടിൽ വേറൊരു തരത്തിൽ, മൂലത്തിൽ വേറൊരു തരത്തിൽ, ഇതിൽ വേറൊരു തരത്തിൽ, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് എങ്ങനെയായാലും ജര വന്നിട്ടാണ് നരൻ മരിക്കണത്, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഭഗവാൻ മനുഷ്യാവതാരമാണ്, പൂർണ്ണാവതാരമാണ്, മനുഷ്യാവതാരമാണ്. പക്ഷെ ഭഗവാനെ ജര ബാധിക്കില്ല, ജരയ്ക്ക് അനുഗ്രഹമുള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ ആസ് യൂഷ്വൽ 71-ാം സർഗത്തിൽ 29 ശ്ലോകം ഉള്ളതെന്നും അതിൽ 29-ാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ് നിർത്തിയത് നമ്മൾ. അതെന്താണ്? അസിതാംബര. ഉദ്ധവരോട് പറയാണ്, അസിതാംബര നാഴി വക്കിൽ അങ്ങൊരിടം പാവനയോഗനിഷ്ഠനായി നരദേഹം അകന്നു നിന്നുടൻ പരമാത്മാവിലണഞ്ഞു മിന്നിനാൻ. ഇതാണ് ഹസിതാംബര. നാഴിവാക്കിൽ, ഒരു നാഴികയ്ക്കുള്ളിൽ ഈ എന്താണെന്നാ പറയുക, പിന്നെ ഇവരൊക്കെ മരിച്ചതിൻ്റെ ശേഷം, ആരൊക്കെ? യദുകുലം നശിപ്പിച്ചതിൻ്റെ ശേഷം ഒരു നാഴിക കഴിഞ്ഞപ്പോൾ പാവന യോഗനിഷ്ഠനായി, പരിപാവനമായ യോഗനിഷ്ഠയിൽ നരദേഹം അകന്നു, മനുഷ്യ ശരീരം അകന്നു നിന്നുടൻ പരമാത്മാവിലണഞ്ഞു മിന്നിനാൻ. അതായത് വൈകുണ്ഠപ്രാപ്തി പ്രാപിച്ചു എന്നർത്ഥം. ഇനി ജരയും ദാരുകനും തുടങ്ങുക. ഒന്നാമത്തെ, രാമൻ്റെ നില കണ്ട് അംബുദേക്ഷണൻ ദേവകീസുതൻ മിണ്ടാതെ ആൽത്തറയിൽ ചെന്ന് ഇരുന്നാൻ ഒരു തെല്ലിട. അതായത് ബലരാമൻ സമുദ്രത്തിൽ അപ്രത്യക്ഷമായി, അങ്ങനെ ഉണ്ടായത്. അതുകൊണ്ടാണ് രാമൻ്റെ നില കണ്ട് അംബോദേക്ഷണൻ, താമരനയനായിരിക്കുന്ന ശ്രീകൃഷ്ണൻ, ദേവകിയുടെ മകൻ, മിണ്ടാതെ ആൽത്തറയിൽ ചെന്ന് ഇരുന്നാൻ ഒരു തെല്ലിട, കുറച്ച് നേരം. അന്ധകാരം അകറ്റിക്കൊണ്ടാളി കത്തുന്ന തീയുപോൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരകാന്തി AUR, ഓറ എന്ന് പറയും. ഈ വലിയ വലിയ ആൾക്കാർക്ക് മുഖത്തിൻ്റെ അതായത് തലയ്ക്ക് 4 പുറം ഒരു മഞ്ഞ വട്ടം ചിത്രകാരന്മാർ കൊടുക്കും. അതെന്തിനാ? അതാണ് ഓറ. അപ്പോൾ അന്ധകാരം അകറ്റിക്കൊണ്ടാളി കത്തുന്ന തീയുപോൽ ലോകമെങ്ങും പ്രകാശത്തെ വീശി മിന്നി ചതുർഭുജൻ. അപ്പോൾ പിന്നെ ചതുർഭാഗുവായുള്ള മഹാവിഷ്ണുവായിട്ട് രൂപം പ്രാപിച്ചു എന്നാ. അതാണല്ലോ പരമാത്മാവിൽ പിന്നെ ലയിച്ചു എന്ന് പറഞ്ഞത്. ഇനി അതിനോട് വർണ്ണിക്കുകയാണ്. പീതാംബരൻ ഘനശ്യാമൻ വനമാലാവിരാജിതൻ. ഇതിൻ്റെയൊക്കെ അർത്ഥം അറിയണം. മാത്രമല്ല മനസ്സിൽ ധ്യാനിക്കാൻ പറ്റിയ ശ്ലോകങ്ങളാണ്. കേശാദിപാദം പാദാദികേശം. പീതാംബരൻ ഘനശ്യാമൻ വനമാലാവിരാജിതൻ കിരീടഹാരഘടകടി സൂത്രാതിശോഭിതൻ. കിരീടമുണ്ട്, മാലയുണ്ട്, തോൾവളകളുണ്ട്, കൈവളകളുണ്ട്, അരഞ്ഞാണുണ്ട്,
കടിസൂത്രാതിശോഭിതൻ, എല്ലാം കൊണ്ടും ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭഗവാൻ മൃദുസ്മിതമകാംബോജൻ, താമര പൂർണ്ണമായിട്ട് വികസിച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതിൻ്റെ കാന്തി എങ്ങനെയാണ്, അതാണ് മൃദുസ്മിതമുഖം, ചെറിയൊരു പുഞ്ചിരിയോട് കൂടിയിട്ടുള്ള ഭഗവാൻ. നീലകുന്തളമണ്ഡിതൻ, എന്താണെന്ന് പറയുക, സ്പ്രിങ് പോലെ എന്നൊക്കെ പറയാം. നീല നിറമുള്ള, നീലമേഘശ്യാമാവർണ എന്ന് പാടും. ആ നീലമേഘങ്ങളെ പോലെ തോന്നുന്ന തലമുടിയോട് കൂടിയിട്ടുള്ളവൻ. പുണ്ടരീകാഭിരാമാക്ഷൻ, പുണ്ടരീകാക്ഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെ താമര എന്നാണ് അർത്ഥം വരിക. പുണ്ടരീകാഭിരാമാക്ഷൻ, വിലസൻ മണികുണ്ഠലൻ, മണിമാലകൾ മുത്തുമാലകളൊക്കെ അണിഞ്ഞ്, ചക്രം മുമ്പായ ആയുധങ്ങൾ, ശംഖചക്രം ഗദ താമര, ഇങ്ങനെ 4 കയ്യിൽ. അപ്പോളേ ശംഖം ചക്രം മുമ്പായ ആയുധങ്ങൾ ചുറ്റും തൊഴുതു നിൽക്കയാം. അതാണ് അത് വലിയൊരു അവസ്ഥയാണ്. വിഷ്ണു പൂജ ചെയ്യുമ്പോൾ വിഷ്ണു പൂജയ്ക്ക് മുമ്പ് 16 അംഗങ്ങളെ, 16 അംഗങ്ങളേനെ, അതായത് അദ്ദേഹത്തിൻ്റെ 16 കൈകളിലുള്ള അപ്പം ചതുർഭുജം വിട്ടു, അതാ പറഞ്ഞത്. പിന്നെ ചക്രം മുമ്പായ ആയുധങ്ങൾ ചുറ്റും തൊഴുതു നിൽക്കയാം. ഭഗവാനെ അവരൊക്കെ മനുഷ്യരൂപം പൂണ്ടിട്ട് സൂക്ഷ്മരൂപം വിട്ട് സ്ഥൂലരൂപത്തെ എടുത്ത് നമ്മൾക്കൊക്കെ അനുഭവിക്കത്തക്ക വിധത്തിൽ നിൽക്കണമെന്ന് പറഞ്ഞു. കൃതാർത്ഥയോടാമട്ടിൽ, കൃതാർത്ഥത, ഭഗവാന്റെ യുദ്ധസാമർഥ്യത്തിന് പേര് കേട്ട ഈ ശാർങ്കം എന്നുള്ള വില്ല്, പിന്നെ സുദർശന ചക്രം, അതേമാതിരി ഗദ, അമ്പ്, വില്ല്, പറഞ്ഞില്ലേ എന്തൊക്കെയുണ്ടോ അതൊക്കെ. അപ്പോൾ കൃതാർത്ഥയോടാമട്ടിൽ വിളങ്ങും അഖിലേശ്വരൻ, വലത്തെ തുടമേൽ മറ്റേ തൃക്കാലേറ്റിരിക്കവേ, വലത്തെ തുടമേൽ, വലത് തുടമേൽ ഇടത് കാല് കയറ്റി വെച്ചു. മറ്റേ തൃക്കാലേറ്റിരിക്കവേ യോഗീന്ദ്രരോർത്തിയിടും അതേ ചന്താരടിയിലൊരാൾ. അപ്പോൾ ഈ വലത് കാൽ, പിന്നെ വലത്തെ തുടമേൽ വെച്ച ഇടത്തെ കാലിൻ്റെ പുറംകാല് കണ്ടിട്ട് ഒരു വ്യാധൻ അല്ലെങ്കിൽ ഒരു വേടൻ മാനിൻ്റെ കഴുത്താണ് എന്ന് സംശയിച്ചിട്ട് അമ്പെയ്തുന്ന. അപ്പോൾ യോഗീന്ദ്രർ ഓർത്തിയിടും അതേ ചന്താരടിയിലേക്കൊരാൾ, ജരയെന്നു വിളികൊണ്ട കാട്ടാളൻ മൃഗശങ്കയാൽ. മൃഗശങ്ക എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറയുക, പിന്നെ മാനെന്നർത്ഥം. ശങ്ക, സംശയം ഉണ്ടായിരുന്ന. ഞാൻ ജര എന്ന് പറഞ്ഞത് കാലൻ്റെ, പിന്നെ എന്താണെന്ന് പറയുക, കാലൻ നമ്മളെ കൊണ്ടുപോകാൻ വരുന്നതിൻ്റെ മുമ്പ് വരുന്ന ജരേന ഞാൻ പറഞ്ഞത്. അത് കിളിപ്പാട്ടിൽ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഇദ്ദേഹം അതിനെന്താ ജര, അതായത് ഈ രാമാവതാരത്തിൽ ബാലീനെ മറിഞ്ഞു നിന്ന് അമ്പെയ്ത് കൊല്ലുക കാരണം ആ ബാലിയാണ് ഇവിടെ ജര എന്നുള്ള പേരിൽ വന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ തിരുത്തണം ഇതിനെ. അതുകൊണ്ടാണ് പറഞ്ഞത് ജര എന്നു വിളികൊണ്ട കാട്ടാളൻ മൃഗശങ്കയാലയച്ചാൻ മുനിശാപത്തിൻ മൂർച്ചയേറിയൊരമ്പുടൻ. അദ്ദേഹത്തിനും ഒരു ശാപമുണ്ട്. അതാണ് ആ ശാപം ശരിയാകുമ്പം വേണം അല്ലേ. അത് കഴിഞ്ഞിട്ട് അടുത്തണഞ്ഞൊരാവേടൻ. അപ്പോൾ ദൂരത്ത് നിന്ന് ഒരു മരത്തിൻ്റെ മറവിൽ നിന്നിട്ട് നോക്കുമ്പോൾ ഇത് തോന്നിയത്, അവിടേക്ക് മാത്രമേ കണ്ണ് ദൃഷ്ടി ഉണ്ടായുള്ളൂ. കേശാദിപാദമൊന്നും അയാൾക്ക് ശ്രദ്ധയില്ല. അയാൾക്ക് മൃഗയാവിനോദം. കാട്ടാളൻ എന്താ ആവശ്യം? കാട്ടിലെ മൃഗങ്ങളെ കൊല്ലുക. എന്നാൽ സിംഹത്തിനെയോ നരീനെ കൊല്ലില്ല. കാരണം എന്താ? അത് മാംസത്തിന് പറ്റിയതല്ല. അപ്പോൾ ഈ കഥകളൊക്കെ ഈ അവസ്ഥകളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മാനിൻ്റെ ഇറച്ചി ആവാം എന്ന് പറയണ്ട. അങ്ങനെ അദ്ദേഹം അടുത്ത് വന്ന് നോക്കുമ്പോൾ അടുത്തണഞ്ഞൊരാവേടൻ തൃക്കൈ നാലാർന്ന നാഥനെ. അപ്പോൾ ഇവിടെ ചതുർഭുജനായിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്.
അപ്പോൾ ആ തൃക്കൈ നാലാർന്ന നാഥനെ ഭഗവാനെ മഹാപ്രഭാവം പൂണ്ടേറെ വിലസും വിശ്വനാഥനെ, ഒരാളുടെ അല്ല, ഈ വിശ്വത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും നാഥനായിരിക്കുന്ന ആ പരമ്പൊരുളിനെ കണ്ടു തൃക്കാൽക്കൽ വീണ ഈ മട്ടോതിനാൻ പാപഭീതിയാൽ, അതായത് സംഗതി കയ്യിൽ നിന്ന് വിട്ടുപോയില്ലോ എന്ന നിലയ്ക്ക് എന്താണെന്നാ പറയുക, പശ്ചാത്താപഭാരത്തോടു കൂടി ഭഗവാനെ നമസ്കരിച്ചു, കരയാൻ തുടങ്ങിയതാണ് പറയണത്. അപ്പോൾ കണ്ടു തൃക്കാൽക്കൽ വീണ ഈ മട്ടോതിനാൻ പാപഭീതിയാൽ ചെയ്ത അപരാധത്തെ പൊറുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അറിയാതെ ഈ വിധം ചെയ്തു പോയേൻ വേടൻ മഹാപ്രഭു. ജര എന്നുള്ള വേടം പറയാണ്, അറിയാതെ ഈ വിധം ചെയ്തു പോയേൻ വേടൻ മഹാപ്രഭു. ഇവിടെയാണ് ഒരു ട്വിസ്റ്റ്. എന്താ ട്വിസ്റ്റ്? താൻ എനിക്കൊരു ഉപകാരമാണ് ചെയ്തത് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. തനിക്ക് ഞാൻ എന്താണെന്ന് പറയുക, മോക്ഷം തരണു. കാരണം താൻ ചില്ലറക്കാരനല്ല. എന്നെ അമ്പെയ്ത് സ്വർഗാരോഹണത്തിന്, അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ വിഷ്ണുപദമായിരിക്കുന്ന എന്താണെന്നാ പറയുക, അവിടെയാണ് വിഷ്ണുവിൻ്റെ സൗദത്തിലേക്ക് എന്ന് പറയാ. സ്വർഗമല്ല, അത് പറയരുത്, അങ്ങനെ വിചാരിക്കരുത്. വിഷ്ണുപദം പൂകി. അതായത് പ്രായത്തിൻ്റെ ആണെന്നറിയില്ല, ചിലപ്പോൾ വേണ്ട വാക്കുകൾ വരില്ല. അങ്ങനെ വേണമല്ലോ. ഈ ജര, ഞാൻ ആദ്യം പറഞ്ഞ ജരയാവാൻ ചിലപ്പോൾ പറയാൻ പറ്റില്ല. എന്തായാലും കണ്ടു തൃക്കാൽക്കൽ വീണ ഈ മട്ടോതിനാൻ പാപഭീതിയാൽ അറിയാതെ ഈ വിധം ചെയ്തു പോയേൻ വേടൻ മഹാപ്രഭു. വന്നുപോയുള്ളൊരു കുറ്റം പൊറുക്കേണം കൃപാനിധേ. അതാണ് പശ്ചാത്താപഭാരെന്ന് പറയാൻ കാരണം. വന്നുപോയുള്ളൊരു കുറ്റം പൊറുക്കേണം കൃപാനിധേ. ആരെ സ്മരിക്കിൽ, ആ വേടന് കൂടി അറിയാം. കാരണം രാമാവതാരത്തിൽ എല്ലാ കാര്യം അറിയാലോ അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് പറഞ്ഞത്, വന്നുപോയുള്ളൊരു കുറ്റം പൊറുക്കേണം കൃപാനിധേ. ആരെ സ്മരിക്കിൽ അജ്ഞാന്ധ്വാന്തം ജീവന്നു നീങ്ങുമോ. ഹരേ ഹരേ ഹരി ഹരി കൃഷ്ണ കൃഷ്ണ എന്നൊക്കെ വിളിച്ചാൽ അച്യുതാനന്ദ ഗോവിന്ദ, ഓം അച്യുതായ നമഃ, ഓം അമൃതായ നമഃ, ഓം ഗോവിന്ദായ നമഃ, ഓം ഗോപാലായ നമഃ എന്നൊക്കെ അങ്ങനെ ജപിച്ചിട്ടുണ്ടെങ്കിൽ പുണ്യം വർദ്ധിക്കും, പാപം നശിക്കുന്ന. അത് നശിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാവാം നമ്മുടെ ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവർ ഈ വൈകുന്നേരമുള്ള സന്ധ്യാനാമങ്ങളൊക്കെ മുടക്കി. അതെന്തോ ഒരു പ്രാകൃതമാണ് എന്നുള്ളൊരു ധാരണ അവർക്ക് വന്നു മായ കൊണ്ട്. കാരണം അവരൊക്കെ ഒരു തരം ദക്ഷയാഗത്തിൽ ശിവനെ എന്താണെന്ന് പറയുക, ശിവനെ വിരോധിച്ചിട്ടുള്ള ബ്രാഹ്മണരനെ ബഹുമാനിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് അല്ലേ? ഇപ്പോൾ ഗുരുവായൂരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തന്ത്രിമഠത്ത് കയറിയിട്ട് ദക്ഷിണ വെച്ച് തൊഴുതാൽ ഒക്കെ ആയി എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ആ കാശ് പോയി എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, എല്ലാവരും ഈ ശ്രീകൃഷ്ണ കഥാമൃതം ശരിക്കും വായിച്ചാൽ അതിൻ്റെ ഉള്ളുകള്ളുകൾ അറിയും. ബ്രാഹ്മണ ജന്മം കിട്ടിയിട്ട് പാഴായി കളയരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് പാഴായിട്ടാണ് പാഴാക്കുക ചെയ്യണത്. അതുകൊണ്ട് അങ്ങനെ പറയേണ്ടി വന്നു, എനിക്ക് പറയേണ്ടി വരും ചെയ്യും, ഞാൻ പറയുകയും ചെയ്യും. അപ്പോൾ പറഞ്ഞു ആരെ സ്മരിക്കിൽ അജ്ഞാന്ധ്വാന്തം ജീവന്നു നീങ്ങുമോ. ആ മഹാത്മാവിൽ ഈ വണ്ണം അടിയൻ തെറ്റു ചെയ്തു പോയി, അത്രയും പാപിയാം എന്നെ കൊല്ലേണം അവിടുന്നുടൻ. ഈ നിമിഷത്ത് തന്നെ അങ്ങക്ക് എന്നെ വധിക്കാം, ഞാൻ അത് സ്വീകരിക്കണമെന്നാണ് പറഞ്ഞത്. മാനിൻ്റെ മുഖം എന്നോർത്ത് പോയതെന്തൊരു മൗഢ്യമാം. അല്ല, അതിൻ്റെ മുമ്പേ വേറൊരു ശ്ലോകമുണ്ട്. സജ്ജനദ്രോഹം ഇനിമേലെന്നും ചെയ്യാതിരിക്കുവാൻ. എന്നെ കൊല്ലണം എന്ന് ജരൻ പറഞ്ഞത് എന്തുകൊണ്ടാ? ഇനി മേലിൽ എനിക്കിങ്ങനെ കയ്യബദ്ധം വരാൻ പാടില്ല, ഒരാളേനും കൊല്ലാൻ പാടില്ല, പ്രത്യേകിച്ച് മനുഷ്യരെ. ഇപ്പോൾ നമ്മളെന്താ ചെയ്യണത്? മൃഗതൃഷ്ണയിലാണ് മനുഷ്യന്മാരെ കൊല്ലണത്. ആണ് പെണ്ണിനെ, പെണ്ണ് ആണിനെ, മകൻ അമ്മയെ, മകൻ അച്ഛനെ,
അല്ലേ? ആലോചിച്ച് നോക്കൂ. അപ്പോൾ മാനിൻ്റെ മുഖമെന്നോർത്ത് പോയതെന്തൊരു മൗഢ്യമാം ബ്രഹ്മരുദ്രാദി വിണ്ണോർക്കും മായാമോഹിതരാകയാൽ എനിക്ക് കയ്യബദ്ധം വന്നതിൽ വലിയ തെറ്റൊന്നുമില്ല എന്നാണ് പിന്നെ പറഞ്ഞത്. എന്താ കാരണം? ഭഗവാൻ ശ്രീഹരി ബ്രഹ്മാവിനും ശിവനും ഇതേപോലെയുള്ള അബദ്ധങ്ങൾ വന്നിട്ടുണ്ട്. മായയിൽ കുടുങ്ങിയിട്ടുണ്ട് അവർ. മായയിൽ കുടുങ്ങാത്ത ഒരാളുണ്ടെങ്കിൽ അത് അങ്ങ് മാത്രമാണ്, മഹാവിഷ്ണുവാണ്, സാക്ഷാൽ നാരായണനാണ്. ബ്രഹ്മരുദ്രാദി വിണ്ണോർക്കും മായാമോഹിതരാകയാൽ വിശേഷ. ആ വാക്ക് മനസ്സിലെ ഹൃദയത്തിൽ തട്ടിയിട്ടൊന്ന് വിളിച്ചു നോക്കൂ ഒരു 3-4 പ്രാവശ്യം. ഓം വിശ്വേശ്വരായ നമഃ, ഓം വിശ്വേശ്വരായ നമഃ, ഓം വിശ്വേശ്വരായ നമഃ. നിൻ ദിവ്യലീലാരഹസ്യം അറിവാൻ പണി. ഭഗവാന്റെ ലീലകളെപ്പറ്റി നിർണയിക്കുക എന്ന് പറഞ്ഞാൽ അത് അസാധ്യമാണ്. മുഴുവൻ പൂർണ്ണമായിട്ട് ആർക്കും പറയാൻ പറ്റില്ല. കാരണം ആ നിലയ്ക്ക് ഈ വിധം ബ്രഹ്മശാപാദിക്കലും പൊരുൾ. ഇപ്പോൾ എനിക്ക് ബ്രഹ്മശാപം ഉള്ളത് കൊണ്ട് അങ്ങനെ വന്നു പെട്ടു എന്ന് ഞാൻ സമാധാനിക്കുകയാണ്. ആ നിലയ്ക്ക് ഈ വിധം ബ്രഹ്മശാപാദിക്കലും പൊരുൾ അങ്ങിങ്ങു തെണ്ടും കാട്ടാളരെ ഞങ്ങളെന്തറിയും പ്രഭോ. ഞങ്ങൾ ഈ കാട്ടിൽ നിന്ന് ആ കാട്ടിലേക്ക്, ആ കാട്ടത്തിൽ നിന്ന് വേറെ കാട്ടിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഞങ്ങൾക്ക് എന്താ ഈ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് തെറ്റുപറ്റി, ക്ഷമിക്കണം എന്ന് പറയണേ. ജരതൻ മുഴുകേട്ട് അമ്പാർന്നുര ചെയ്താൻ കൃപാനിധി. ഈ ഭഗവാന് ഇത് കേട്ടപ്പോൾ ചിരിക്കാനാ വന്നത്. എടോ, ഞാനറിയാതെ കണ്ട് ഈ ലോകത്തിലെ ഒരു പുല്ല് കൂടി ഇളകില്ല. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടാവുന്ന ധാരണകൾ ഈ ലോകത്തിനെ വിശേഷ എന്നതാ വിളിച്ചുല്ലോ. അപ്പോൾ വിശ്വത്തിൻ്റെ ഈശ്വരനായിരിക്കുന്ന ഞാൻ എത്രത്തോളം കോഷൻ ഉണ്ടായിരിക്കണം. ഓരോ ജീവജാലങ്ങളിലും കോടാനുകോടി ജീവജാലങ്ങളുടെ ഡേ ടു ഡേ ഡെവലപ്മെൻറ്റ് എൻ്റെ കയ്യിലാണ്. അപ്പോൾ ഞാൻ എത്രത്തോളം ജാഗരൂകനായിരിക്കണം. പക്ഷേ അതുകൊണ്ട് പേടിക്കായ എഴുന്നേറ്റാലും ഇത് എനിക്ക് ഇഷ്ടമെത്രയും. ഞാൻ എന്താണെന്ന് പറയുക, മനസ്സിൽ കണ്ട് സംഭവിച്ചതാണ്. ഞാനാണ് ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ? അതുകൊണ്ട് തനിക്കിതിലൊരു റോളുമില്ല. താൻ ഒരു നിമിത്തം മാത്രം. തനിക്ക് മോക്ഷത്തെ കിട്ടാൻ താൻ ചെയ്ത പുണ്യം കൊണ്ടാണ് ഇങ്ങനൊരു സംവിധാനം ഞാൻ തനിക്ക് ചെയ്തു തന്നത്. പേടിക്കായ എഴുന്നേറ്റാലും ഇതെനിക്കിഷ്ടമെത്രയും. ലോകത്തിൻ നന്മയോർത്ത് ഈ ഞാൻ പലതും ചെയ്തിടും ജരേ. ലോകത്തിൻ്റെ ഹിതത്തിന് വേണ്ടിയിട്ട് ഞാൻ ലീലയാടാണ്, അല്ലാണ്ട് എനിക്ക് ഒരു ലീലയില്ല. അങ്ങനെയാണ്. ഞാൻ ലീലയാ വിനോദമാടുന്നു, ശരിയാണ്. അത് ലോകരെ തൃപ്തിപ്പെടുത്താൻ, ഭക്തന്മാർക്ക് രസിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ആടുന്നു എന്നല്ലാണ്ട് ഞാൻ നിരാകാരനാണ്. എനിക്ക് രൂപമില്ല, എനിക്ക് പേരില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് എന്നെ വിളിക്കാം, മനസ്സിലായില്ലേ? ഇതിനെഴും ശിക്ഷ നാടു കടത്തിയിടുന്നു നിന്നെ ഞാൻ. അതായത് രണ്ടർത്ഥത്തിലാണ് പറഞ്ഞത്. എന്നെ നാട് കടത്തണമെന്ന് പറഞ്ഞാൽ ഭാരതത്തിൽ നിന്ന് വല്ല ആഫ്രിക്കൻ അണ്ടമാനിലേക്കോ ആഫ്രിക്കൻ കാടുകളിലോ കൊണ്ടേ വിടുന്നല്ല. നടക്ക് ഞാൻ എൻ്റെ വിഷ്ണുപദം തരും എന്നർത്ഥം. പക്ഷയോ അതാണ് ഇതിനെഴും ശിക്ഷ നാടു കടത്തിയിടുന്നു. ഞാൻ പോയാലും നീ പുണ്യവാന്മാർ പോകും സ്വർഗത്തിലേക്കുടൻ ഹരേന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ 2 ശ്ലോകത്തിനും. അതായത് പോയാലും നീ എന്താപ്പോൾ ജര ചെയ്തിട്ടുള്ള നല്ല കാര്യം ഭഗവാനും എന്താണെന്ന് പറയുക സ്വധാമപ്രാപ്തിക്ക് ഉപകരിപ്പിച്ചു. അപ്പോൾ നമ്മൾ ഭഗവാന് വേണ്ടി ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും മൾട്ടിപ്പിൾ, അതായത് 10 മേനിയായിട്ടും അല്ലെങ്കിൽ 100 മേനിയായിട്ടും എങ്ങനെ 1000 മേനിയായിട്ടൊക്കെ വരും. സന്ദർഭോചിതമായ കാര്യങ്ങൾക്ക് വെയിറ്റ് നിശ്ചയിക്കാൻ പറ്റില്ല, ഒരേ വെയിറ്റ് അല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇഷ്ടപ്രകാരം ദേഹം കൈകൊള്ളും കാർവർണ്ണൻ ഈ വിധം. അപ്പോൾ ഭഗവാന്റെ രീതി എന്താ? ഇഷ്ടപ്രകാരം ദേഹം കൈകൊള്ളും കാർവർണ്ണൻ ഈ വിധം കൽപ്പിച്ചു കേട്ട് കണ്ണീരാർന്നവൻ ത്രൈലോക്യനാഥനെ. ആ ത്രൈലോക്യനാഥൻ എന്ന് പറയുമ്പോൾ സ്വർഗം ഭൂമി പാതാളം എന്നൊക്കെ ആൾക്കാർ പറയും. എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ
ഇതിൻ്റെ അന്തസത്ത മനസ്സിലാക്കിയ ഒരാൾ എന്നുള്ളതൊക്കെ ജാഗ്രത സ്വപ്ന സുഷുപ്തി എന്ന് പറയുന്ന 3 അവസ്ഥകളിലും ആരാ ജാഗരൂകനായിട്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ആരുടെ തെളിമയിലാണ്, ആരുടെ പ്രൊട്ടക്ഷനിലാണ് നമ്മൾ ഉറങ്ങണത്, നമ്മൾ സ്വപ്നം കാണുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നത്? ഭഗവാന്റെ സവിധത്തിലാണ്. ഈ ഭഗവാൻ ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ എന്ന പ്രമാണത്തിൽ എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് കൽപ്പിച്ചു കേട്ടു കണ്ണീരാർന്നവൻ ത്രൈലോക്യനാഥനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് വിനയത്തോടും കാത്തുനിന്നിടും ആ ഹൈമ വിമാനത്തിങ്കലേറിനാൻ. അപ്പോഴേക്കും സ്വർണ്ണനിർമ്മിതമായിട്ടുള്ള ഒരു യാനം, ആകാശമാർഗത്തിൽ കൂടെ പോകാൻ പറ്റിയിട്ടുള്ളൊരു വിമാനം അവിടെ നിൽക്കുന്നുണ്ട്. എന്നങ്ങോട്ട് ഒരു ഫ്ലൈറ്റ് വിടേണ്ട സമയമായി, ഇവിടെ വർത്തമാനം പറഞ്ഞ് നിൽക്കരുത് എന്നൊക്കെ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായി. നിങ്ങൾ കയറിയാൽ ഈ വിമാനം ഉടനെ പുറപ്പെടുന്നതായിരിക്കും എന്നാണ് അരുളപ്പാടുണ്ടായത്. അതുകൊണ്ടാണ് അപ്പോഴേക്കും പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചു വിനയത്തോടും കാത്തുനിന്നിടും ആ ഹൈമ വിമാനത്തെങ്കിലേറിനാൻ. അപ്പോഴേക്കും വരദനെ തിരഞ്ഞെത്തി ദാരുകൻ. ഭഗവാൻ ധരിച്ചിട്ടുള്ള തുളസിമാലയുടെ ഗന്ധത്തെ ഘ്രാണിച്ചിട്ട് ദാരുകൻ അവിടെ എത്തി. അല്ല, അങ്ങ് എന്നെ സ്മരിച്ച സമയം ഞാൻ വന്നു, ഇനി അങ്ങ് പോണതിൻ്റെ മുമ്പ് എന്നെ ഒന്ന് സ്മരിച്ചിട്ട് എനിക്ക് എന്താണ് എന്താണ് പറയുക, നിയോഗം? ഞാൻ അവിടേക്കാണ് പോകേണ്ടത്. ഞാൻ സ്വർഗലോകത്തുനിന്ന് എന്താണെന്നാ പറയുക, ഇന്ദ്രൻ പറഞ്ഞയച്ചിട്ടാണല്ലോ വന്നത്. എനിക്ക് തിരിച്ചു പോകാറായോ? ഇനി അങ്ങയുടെ അവതാരം എപ്പോഴാണ്, ഞാൻ ഡ്യൂട്ടിക്ക് എപ്പോഴാണ് വരേണ്ടത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അപ്പോഴേക്കും വരദനെ തിരഞ്ഞെത്തിയതാരുകൻ തുളസിപ്പൂമണം കാറ്റിൽ മുകർന്നും കൊണ്ടു ഭാഗ്യവാൻ. തുളസിയുടെ ഗന്ധം മണത്തിട്ടാണ് അദ്ദേഹം അവിടെ എത്തിയിട്ടുള്ളത്. ചുറ്റും നിജായുധം മിന്നി നിൽപ്പുണ്ട് ഉജ്ജ്വലം ആവിധം. ദാരുകനെ കണ്ടു. ദാരുകന് അല്ലെങ്കിൽ ഇത് കാണും. കാരണം എന്താ, 18 ദിവസം തേര് തെളിച്ചിട്ടുണ്ട് ഇല്ലേ ഭഗവാന്റെ. ഭഗവാനാണ് തേര് തെളിച്ചതെങ്കിലും ഈ സഞ്ജയ ഉവാച എന്ന് പറഞ്ഞ മാതിരി സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വ്യാസഭഗവാൻ ജ്ഞാനമാകുന്ന കണ്ണ് കൊടുത്തിട്ടുണ്ട്, അറിവാകുന്ന കണ്ണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്ന ഓരോ ഇമ്പൾസും അദ്ദേഹം കണ്ടിട്ട് പറയണ്ടായി. അപ്പോൾ ഇവരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ, ഈശ്വരാധീനമുള്ളവർക്ക് അതൊക്കെ അറിയാം. ചുറ്റും നിജായുധം മിന്നി നിൽപ്പുണ്ട് ഉജ്ജ്വലമാംവിധം ആൾ ചുവട്ടിൽ എഴുന്നള്ളിയിരിക്കും കമലാക്ഷനെ. ഭഗവാൻ എഴുന്നള്ളിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ. എന്നിട്ടോ കണ്ട് തേർവിട്ട് ഇറങ്ങി തൻ കാൽ താരടിയിൽ വീണുടൻ സ്നേഹാദ്രഹൃദയൻ കണ്ണീർ നിറഞ്ഞ് ഈ മട്ടുണർത്തിനാൻ. അപ്പോൾ തേരിൽ നിന്ന് ഇറങ്ങി വന്നു, വേഗം വീണ് നമസ്കരിച്ചു. ഞാൻ എത്ര നേരമായി ഇങ്ങനെ തിരയണു, തേരില്ലാതെ കണ്ട് അങ്ങ് ഞാൻ തേരും ഇല്ലാതെ കണ്ട് അങ്ങ് എന്തിനാ അവിടേക്ക് ഇങ്ങനെ എഴുന്നള്ളിയതെന്നൊക്കെയാണ് ചോദ്യത്തിൻ്റെ ആന്തരാർത്ഥം വരുന്നത്. നാഥ, ഒരു തേരാളിക്ക് കൂടി ഭഗവാൻ നാഥനാണ്. നമ്മുടെ സഹോദരന്മാർക്ക് ഇപ്പോഴും ഭഗവാനെ നാഥ എന്ന് വിളിക്കാനുള്ള ധൈര്യമില്ല, അല്ലെങ്കിൽ അടുപ്പം കാണിക്കണില്ല. അതുകൊണ്ട് നാഥ നിൻ ചരണാംഭോജം, അങ്ങയുടെ തിരുവാദപത്മങ്ങളെ കാണാൻ എൻ കണ്ണ് ഇരുണ്ടുപോയി. ദ്വാരകയിൽ നിന്ന് ഞാൻ എങ്ങനെ എത്തിയതെന്നറിയില്ല. എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ മങ്ങി. കാരണം എന്താ, ഈ കണ്ണിൻ്റെ കാഴ്ച മങ്ങാൻ നമുക്കൊക്കെ കണ്ണിൻ്റെ കാഴ്ച മങ്ങും. എങ്ങനെ? വികാരങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ. എന്താ, എവിടെ എൻ്റെ നാഥൻ എവിടെ പോയി എന്നുള്ള വികാരത്തള്ളിച്ച പറഞ്ഞില്ലേ. അപ്പോൾ സത്യത്തിൽ ഭഗവാൻ എങ്ങോട്ടും പോയിട്ടില്ല. ഭഗവാൻ അവരവരുടെ ഹൃദയകമലത്തിലാണ് ഇരിക്കുന്നത്. അതറിയാതെ കണ്ടിരിക്കുമ്പോഴാണ് നമ്മൾക്ക് ഈ അകൽച്ചയും ഈ വിഭ്രാന്തിയൊക്കെ ഉണ്ടാവുന്നത് പറഞ്ഞില്ലേ. അപ്പോൾ ഭഗവാൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിയാൽ നമ്മൾ അറിയില്ല. അതായത് ഇവിടെയാണ് മായയുടെ പ്രസക്തി. പിതാവിൻ്റെ ഒരു തുള്ളി എന്താ പറയുക, രേതസ് അതെ ശുക്ലം എന്നാണല്ലോ ശരിക്കുള്ള വാക്ക്. അതിൽ കൂടിയാണല്ലോ ഈ ജീവൻ കയറുന്നത് ഈ അമ്മയുടെ ഗർഭത്തിലേക്ക് പറഞ്ഞില്ലേ.
അപ്പോൾ അതാണ് ഈ വേദാന്തമൊക്കെ പഠിക്കുമ്പോൾ ഈ തറവാടിൻ്റെ മഹിമ നിലനിർത്താൻ ഉതകുന്ന രീതിയിൽ സ്ത്രീ ഭാര്യയായിട്ട് ശയനം ചെയ്യാം എന്നല്ലാതെ കൊണ്ട് മറ്റു വിധത്തിൽ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതൊക്കെ എത്ര ആൾക്ക് ദഹിക്കും എനിക്ക് പറയാൻ പറ്റില്ല. മനസ്സിലല്ലേ? അപ്പോൾ ഇത് ഭാഗവതത്തിൽ അല്ലെങ്കിൽ ഉപനിഷത്തുകളെയും വേദങ്ങളെയും പുരാണങ്ങളെയും ചില ഭാഗികമായിട്ട് പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല. അത് അതിൻ്റെ പൂർണ്ണ അവസ്ഥയിൽ നമുക്ക് ഉൾക്കൊണ്ടാലാണ് നമ്മൾക്ക് നിർഭയത്വം എന്നുള്ള അവസ്ഥയിലേക്ക് എത്താൻ പറ്റുള്ളൂ. കാരണം ആരും ആരുടെ സ്വന്തം അല്ല, തെറ്റിദ്ധരിക്കുകയാണ് നമ്മൾ. എന്താ തെറ്റിദ്ധാരണ? ഞാൻ ഈ ഉത്തരം താങ്ങുന്ന പല്ല് പോലെയാണ് എന്നുള്ളത്. അങ്ങനെയല്ല. അതുകൊണ്ട് കണ്ട് തേർവിട്ട് ഇറങ്ങി തൻ കാൽത്താരടിയിൽ വീണുടൻ സ്നേഹാദ്രഹൃദയൻ കണ്ണീർ നിറഞ്ഞ ഈ മട്ട് ഉണർത്തിനാൻ നാഥാ നിൻ ചരണാംഭോജം കാണാൻ എൻ കണ്ണ് ഇരുണ്ടുപോയി തെക്കും വടക്കും അറിയാതുഴന്നേൻ അർദ്ധരാത്രിയിൽ. ഏതാ ദിശ എന്നറിയില്ല. പക്ഷെ ഭഗവാൻ തേരിലിരിക്കുമ്പോൾ സുദർശനം വഴി കാണിക്കും. അങ്ങനെയാണ്. ഹെഡ്ലൈറ്റ് സുദർശനനാണ്. പക്ഷേ ഇവിടെ ഭഗവാൻ ഇല്ല. അപ്പം ഭഗവാൻ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയ അവസ്ഥ പോലെയായി ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്ന് വിചാരിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത്, നാഥാ നിൻ ചരണാംബോജം കാണാൻ എൻ കണ്ണിരണ്ട് പോയി തെക്കും വടക്കും അറിയാതുഴന്നേൻ അർദ്ധരാത്രിയിൽ നക്ഷത്രങ്ങളോടും ചന്ദ്രൻ കാറിൽ മൂടിയ മാതിരി. നക്ഷത്രങ്ങളും ചന്ദ്രനും കാർമേഘങ്ങളാൽ ആവൃതനായിട്ടുണ്ടെങ്കിൽ ഭൂമിയിലുള്ള വിഭ്രാന്തിക്ക് അടിമപ്പെട്ട ആൾക്കാർക്ക് അറിയില്ല. വിഭ്രാന്തിക്ക് അടിമപ്പെടാത്തവർക്ക് അതൊന്നും പ്രശ്നമല്ല. ഇനിയും ആത്മസൂര്യൻ്റെ വെളിച്ചത്തിൽ അവർ സഞ്ചരിക്കുന്ന. അതുകൊണ്ടാണ് പറഞ്ഞത്, മനസ്സിനെന്തോ വല്ലാത്ത ഭയം തോന്നുകയാം പ്രഭോ. ദാരുകന് കൂടി ഭയം തോന്നണമെന്ന് പറയുമ്പോൾ എത്രയോ കാലം ഒപ്പം ഉണ്ടായി. ഇത് തുടക്കം ഉണ്ടായത് ജരാസന്ധനായിട്ടുള്ള യുദ്ധത്തിലാണ് രാമലക്ഷ്മണന്മാരായിരിക്കുന്ന ശ്രീകൃഷ്ണ ബലരാമന്മാർക്ക് ഈശ്വരൻ്റെ നിയോഗം അല്ലെങ്കിൽ ഭഗവാന്റെ നിയോഗം കൊണ്ട് സ്വർഗത്തിൽ നിന്ന് ദേവേന്ദ്രനാണ് ഇവരേനെ അയച്ചിട്ടുള്ള. കാലം കുറേ ഒപ്പം കൂടിയിട്ടേ. അതുകൊണ്ടാണ് പറഞ്ഞത്, മനസ്സിനെന്തോ വല്ലാത്ത ഭയം തോന്നുകയാം പ്രഭു. ഈ വിധം ചൊൽകവേ പൊങ്ങീരഥം ഗരുഡാലാഞ്ചനം. ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ഗരുഡൻ കൊടിക്കൂറയായിട്ടുള്ള ആ മണിരത്നം സ്വയം ആകാശത്തിലേക്ക് ഉയർന്നു. എവിടുന്നാ വന്നത്? അവിടേക്ക് പോയി. മനസ്സിലല്ലേ? ഈ വിധം ചൊൽകവേ പൊങ്ങീരഥം ഗരുഡലാഞ്ചനം കൊടിയും തിരുകയും ആകാശത്തിങ്കൽ അത്ഭുതം. ജീവനോടുള്ള എന്താണ് പറയുക, പൂട്ടിയ രഥത്തിൽ കുതിരകളെ പൂട്ടിയ രഥം ഒന്നായിട്ട് അങ്ങനെ പൊങ്ങി. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ യുദ്ധവിമാനങ്ങളൊക്കെ റൺവേ ഉണ്ടെങ്കിലും റൺവേ ഓടില്ല, നിന്ന നിപ്പിൽ മേപ്പെട്ട് ഉയരവര്. അതേപോലെയാണ് ഇതൊക്കെ. അപ്പോൾ ഈ മന്ത്രത്തിൻ്റെ ഫലമാണ് ഭാരതീയ ആണവശാസ്ത്രജ്ഞന്മാർക്കും അല്ലെങ്കിൽ ഇസ്രോ മുതലായിട്ടുള്ള R&D കണ്ടല്ലോ, ഡിഫൻസ് എക്യുപ്മെൻറ്റ്സൊക്കെ ഉണ്ടാക്കുന്ന ഓർഗനൈസേഷൻ, അവിടെയുള്ളവർക്കൊക്കെ ഇതാണ്. സ്വന്തമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യ 5450 കിലോമീറ്റർ ഒരു മണിക്കൂറിൽ സഞ്ചരിക്കാവുന്ന മിസൈലുകൾ കണ്ടുപിടിച്ചു എന്നാണ് പറഞ്ഞത്. സൂപ്പർ പവേഴ്സിൻ്റെ ഒപ്പമാണ്. 5500 ചൈനയും പാകിസ്ഥാനൊക്കെ കിട്ട് വറച്ച് മുള്ളിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പറയണു, കൊടിയും തേർക്കുതിരയും ആകാശത്തിങ്കൽ അത്ഭുതം ശംഖചക്രാദി ദിവ്യാസ്ത്രങ്ങളും പൊങ്ങിയിടവേ സ്വയം. അപ്പോൾ ഈ ശംഖചക്ര ഗതകളും അവർക്ക് സൂക്ഷ്മാവസ്ഥ ഉണ്ടല്ലോ, സ്ഥൂലമായിട്ട് ഇങ്ങനെ മുകളിലേക്ക് പോണത് കണ്ടു ഇദ്ദേഹം. പകച്ചു നോക്കി നിന്നീടും സൂതനോടോദിനാൻ പ്രഭു. ഇത് കണ്ട് അത്ഭുതസ്തംഭനായിരിക്കുന്ന ആ ദാരുകൻ്റെ അവസ്ഥ മനസ്സിലാക്കി അവന് മോക്ഷം കൊടുക്കണം, അല്ലെങ്കിൽ അവന് മനസമാധാനം കൊടുക്കണം, വേണ്ടേ? അതിനു വേണ്ടിയിട്ട് സൂതനോടോദിനാൻ പ്രഭു ഉടൻ ദ്വാരകയിൽ ചെന്നു ചൊല്ലു സംഭവമൊക്കെയും. ഇവിടെ നിന്ന് സമയം കളയണ്ട, തനിക്ക് ഞാൻ ഒരു അവസാന സമയത്ത് ഒരു ചെറിയൊരു ജോലി തരാം.
പെട്ടെന്ന് ദ്വാരകയിലേക്ക് ഓടിപ്പോവുക. എന്നിട്ട് എൻ്റെ ബന്ധുമിത്രാദികളോട് നടന്ന സംഭവങ്ങൾ പറയുക. എൻ്റെ നിർദ്ദേശപ്രകാരം, അത് അർജുനൻ അറിയില്ല, അർജുനൻ വന്ന് അവരെ കൊണ്ടുപോകും. അതെന്തിനു വേണ്ടിയിട്ട്? അർജുനന് ഗാന്ധീവം എന്നുള്ളൊരു വില്ല് കൊടുപ്പിച്ചിട്ടുണ്ട്. അത് കയ്യിലുണ്ടായിട്ടും ഈ സ്ത്രീകളെ പലരും പിടിച്ചു കൊണ്ടുപോകുന്നൊരു ഭാഗം വരും. അപ്പോൾ അർജുനന് മനസ്സിലാക്കണം, അർജുനന് എന്തെങ്കിലും കുറച്ച് ഒരു ശതമാനം അഹങ്കാരം ഉള്ളിലുണ്ടെങ്കിൽ മനസ്സിലാവണം, ഞാൻ ഈ യുദ്ധങ്ങളൊക്കെ ജയിച്ചിട്ടുള്ളത് ഭഗവാന്റെ കൃപ കൊണ്ടാണ്. അപ്പോൾ ആ ഭഗവാൻ സ്വർഗാരോഹണം അല്ലെങ്കിൽ സ്വധാമപ്രാപ്തി കൊണ്ടാൽ പിന്നെ ഇതിനൊന്നും യാതൊരു ഗൗരവവും ഉണ്ടാവില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ പുല്ലിന് വജ്രത്തിൻ്റെ ബലം, ഈശ്വരാനുഗ്രഹം ഇല്ലെങ്കിൽ വജ്രം പുല്ലിന് ബലം. പറഞ്ഞു. അതാണ് എൻ്റെ അച്ഛൻ എനിക്ക് 10-13 വയസ്സുള്ളപ്പോൾ പറയണ്ടായി, എടാ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താ അത് എന്ന് പറയുകയാണെങ്കിൽ, ആഗ്രഹങ്ങളുള്ളവന് അനുഗ്രഹം ഉണ്ടാവില്ല, ഉള്ളവന് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത്. പറഞ്ഞു. അതാ മനസ്സിൻ്റെ അവസ്ഥയാണ്, എന്തോ ആവട്ടെ. അപ്പോൾ ഉടൻ ദ്വാരകയിൽ ചെന്നു ചൊല്ലു സംഭവമൊക്കെയും രാമൻ്റെ നിലയും, അതായത് ബലരാമൻ പിന്നെ സ്വധാമപ്രാപ്തി പോകി, നീ ഈ കാൺമതാം അവസ്ഥയും, ഞാനിപ്പോൾ ഏതാനും നിമിഷത്തിൽ ഈ ശരീരം വിട്ട്, അല്ലെങ്കിൽ ശരീരത്തോടു കൂടിയിട്ട് ഞാൻ സ്വധാമം പ്രാപിക്കുന്ന, അപ്പോൾ രാമൻ്റെ നിലയും നീ ഈ കാൺമതാം അവസ്ഥയും അവിടം താമസിക്കായക. ദ്വാരകയിൽ ഒരു നിമിഷം നിൽക്കരുത്, എല്ലാവരും അവിടുന്ന് പാരായണം ചെയ്യണം. കാരണം ഞാൻ ഒരു പ്രത്യേക കാരണത്തിന് വേണ്ടിയിട്ടാണ് ദ്വാരക നിർമ്മിച്ചിട്ടുള്ളത്. അതൊക്കെ കഴിഞ്ഞു, ഇനി അവിടെ വസിക്കാൻ പറ്റിയവരില്ല, അതുകൊണ്ട് അത് സമുദ്രം വിഴുങ്ങും. അതിൻ്റെ മുമ്പ് എല്ലാവരും രക്ഷപ്പെടണം. ഉടൻ അപ്പോൾ പറഞ്ഞു, അവിടം താമസിക്കായക നിങ്ങളെ വരും ഓർക്കണം, ഞാൻ വിട്ടാലുടൻ ഈ രാജം സമുദ്രത്തിങ്കൽ ആണ്ടുപോം. അതിൻ്റെ ദ്വിതീയാർത്ഥം എന്താ? നമ്മൾ ശവമായാൽ നമ്മൾ മണ്ണായി മാറി. പിന്നെ ഗംഗയോടനുബന്ധിച്ചിട്ടുള്ള എത്രയോ സജ്ജനങ്ങൾ, ദീക്ഷ പൂണ്ട് സന്യാസി വൃത്തിയിലുള്ളവർ മരിച്ചിട്ടുണ്ടെങ്കിൽ പത്മാസനത്തിൽ ഇരിക്കുന്ന പോലെ കയറുകൊണ്ട് കെട്ടി വഞ്ചിയിൽ കയറ്റിയിട്ട് ഗംഗാ നദിയിൽ ഒഴുക്കും. കല്ല് കെട്ടി ഒഴുക്കും. കാരണം ഇത് പൊങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ ശവം പൊങ്ങും. അതിനാണ് ജലസമാധി എന്ന് പറഞ്ഞത്. ഞാനൊക്കെ വളരെയധികം ബഹുമാനിച്ചിട്ടുള്ള നിർമ്മലാനന്ദഗിരി മഹാരാജാവിൻ്റെ ഗുരുനാഥൻ ബോംബെക്കാരനാണ്. അന്നൊന്നും ഞങ്ങൾക്കും അറിയില്ല. ഞങ്ങൾ നാട്ടിൽ വന്നിട്ടും അതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. നിർമ്മലാനന്ദഗിരി വന്നിട്ടുണ്ടെങ്കിൽ അറിവിൻ്റെ ഒരു ഹിമാലയ പർവ്വത. അപ്പോൾ അദ്ദേഹത്തിനോടുള്ള അടുപ്പം കൊണ്ട് ഇതൊന്നും ചോദിക്കാനും വയ്യ. അപ്പോൾ അദ്ദേഹത്തിന് ജലസമാധി എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു കൂട്ടിൽ ഇറക്കി കൂടടക്കം വെള്ളത്തിൽ കല്ല് കെട്ടി ഇറക്കി, അങ്ങനെ ഉണ്ടായത്. അതാണ് ജലസമാധി എന്ന് പറയാം. എന്തോ ആവട്ടെ. അപ്പോൾ പറഞ്ഞു, ഓതേണം അച്ഛനൻ, അപ്പോൾ ഞാൻ വിട്ടാലുടൻ ഈ രാജം സമുദ്രത്തിങ്കലാണ്ട് പോം. ഓതേണം പറയണം എന്നർത്ഥം. ഓതേണം അമ്മയച്ഛന്മാരോടും മറ്റുള്ള പേരോടും തുണയ്ക്ക് അർജുനൻ പോവും ഇന്ദ്രപ്രസ്ഥത്തിലേക്കുടൻ. അർജുനൻ വന്ന് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കൊണ്ടുപോകും. മനസ്സിലായില്ലേ? നീ എൻ്റെ ധർമ്മം അനുഷ്ഠിച്ച്, ഭാഗവത ധർമ്മം അനുഷ്ഠിച്ച്, മറ്റെല്ലാം വിട്ട് അതൊക്കെയും എൻ മായയെന്നോർത്തറിഞ്ഞ് സമാധാനത്തിൽ വാഴുക. ഈ ഒരു 4 പേര് നമ്മൾ മനസ്സിൽ വെക്കണ്ടേ? ഭഗവാൻ ദാരുകനോട് പറഞ്ഞ കാര്യം നീ ഈ ധർമ്മം, നീ എൻ ധർമ്മം അനുഷ്ഠിച്ച് മറ്റെല്ലാം വിട്ട് അതൊക്കെയും, എന്തൊക്കെ വിരോധാഭാസങ്ങളുണ്ടോ അതൊക്കെ മായയാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ടോ ഓർത്ത് അറിഞ്ഞ് സമാധാനത്തിൽ വാഴുക. ഈ സമാധാനം നഷ്ടം വരാൻ കാരണം എന്താ? ഇന്നലെ ഞാനൊരു വാട്സപ്പ് മെസ്സേജ്, അതായത് ലോകോത്തര നിലവാരം അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ പേര് കേട്ടിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ സൈക്കോളജിസ്റ്റുകൾ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി നേതാക്കന്മാർ കണ്ടുപിടിച്ചത് എന്താ?
100% ഭൂരിപക്ഷം ഓപ്റ്റിമിസ്റ്റിക് ചിന്താഗതിയുള്ള ആൾക്കാർ വളരെ കമ്മിയാണെന്നാണ് പറഞ്ഞത്. കാരണം മനസ്സിൽ ഭയം തോന്നുമ്പോൾ ഒക്കെ നെഗറ്റിവിറ്റിയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ കാർ ഓടിക്കുമ്പോൾ സെൻസെക്സ് ഷെയറിൻ്റെ സെൻസെക്സ് കുറയുമ്പോൾ, അല്ലെങ്കിൽ അവരവരുടെ വ്യാപാര മേഖല ഇടിയുമ്പോൾ, ആകാംക്ഷ കൂടുമ്പോൾ ഒക്കെ ഭയം ഉണ്ടാവും. ആ ഭയം എനിക്കില്ല. കാരണം എന്താ, ഞാൻ സദാസേവ്യ നാരായണ നാമം സദാ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഈ പറയുന്നതിൻ്റെയൊക്കെ ഹാങ് ഓവർ വിടാതെ കണ്ടു നോക്കുക. അപ്പോഴേക്കും ആരെങ്കിലും ഫോൺ ചെയ്യും, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കമൻറ്റ് ചെയ്യും. അപ്പോൾ അത് കുറേ കൂടി കൂടും. അങ്ങനെയാണ്. അപ്പോൾ നീ എൻ ധർമ്മം അനുഷ്ഠിച്ചു മറ്റെല്ലാം വിട്ട് ഇതൊക്കെയും എൻ മായയെന്നോർത്ത് അറിഞ്ഞ സമാധാനത്തിൽ വാഴുക. ഇനി 31-ാമത്തെ ശ്ലോകം, അവസാനത്തെ ശ്ലോക ഈ ഏതിലെ 72. ഈ വണ്ണം ഈശ്വരൻ അലിഞ്ഞ് അരുളീടും ആജ്ഞ കൈകൊണ്ട്. ഇപ്പോൾ ഭാഗവതം എല്ലാവരും വായിച്ചിട്ടുണ്ട്, കുറേ ആൾക്കാർ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഭഗവാന്റെ വാക്കുകൾ വിസ്മരിക്കുകയാണ്, ഓർമ്മ നിൽക്കണില്ല. ധാരകൻ അങ്ങനെയല്ല, കൈക്കൊണ്ടു. ഈ വണ്ണം ഈശ്വരൻ അലിഞ്ഞരുളിയിടും ആജ്ഞ കൈകൊണ്ട് തൃക്കഴലിൽ വീണ് നമസ്കരിച്ച്, ഭഗവാന്റെ പാതാരവിന്ദത്തിൽ വീണ് നമസ്കരിച്ച് മന്ദസ്മിതാർദ്രമുഖ പത്മവും ഓർത്തുകൊണ്ട്, ഭഗവാന്റെ മന്ദസ്മിതാർദ്രമുഖ പത്മം, താമര സദൃശമുള്ള ആ പുഞ്ചിരിയോട് കൂടിയിട്ടുള്ള മുഖാരവിന്ദം, മുഖമാകുന്ന താമരയാകുന്ന മുഖം മനസ്സിൽ വെച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് കണ്ണീർ നിറഞ്ഞൊരു വിധത്തിൽ അവൻ മടങ്ങി. കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ഒരു വിധത്തിൽ മറഞ്ഞു. ഇതി ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ ദി സപ്തതി തമസർഗ. ദി എന്ന് പറഞ്ഞ 2, പിന്നെ സപ്തമം എന്ന് പറഞ്ഞാൽ 70ആയി. അപ്പോൾ 72-ാമത്തെ സർഗം അവസാനിച്ചു. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ അടുത്ത എപ്പിസോഡ് 819 വരിക. അത് ഭഗവാന്റെ സ്വധാമഗമനം. അത് നമുക്ക് നാളെ പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്നും, അതോടുകൂടി ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.